ഒന്നെണ്ണ രാവിലെ എണീറ്റ് 6 മണിക്ക് ഇറങ്ങണമെന്ന് വിചാരിച്ചാൽ നടന്നില്ല. 9 മണിക്ക് ഇറങ്ങിയിട്ട് ട്രിപ്പിംഗ് സെറ്റ് ടു 0 ആക്കി. എന്തായാലും 600 കിലോമീറ്റർ റേഞ്ച് എന്തായാലും പറ്റും. പക്ഷേ നമ്മൾ റീജനറേഷനൊക്കെ നല്ല യൂസ് ചെയ്യണം. ഞാൻ ഏതായാലും 0 ആയിട്ട് ട്രിപ്പ് സെറ്റാക്കിയിട്ടുണ്ട്. സെറ്റാക്കിയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് ബാംഗ്ലൂരിൽ നിന്ന്. കാണിക്കുമ്പോൾ 477 കാണിക്കുന്നത്. എൻ്റെ അമ്മ അറിഞ്ഞുകൂടെ എത്ര കിട്ടുമെന്ന് നോക്കാം. എന്തായാലും നമുക്ക് ഉറപ്പാണ്. കത്തിച്ച് പോയി കഴിഞ്ഞാൽ വലിയ റേഞ്ചൊന്നും പ്രതീക്ഷിക്കേണ്ട. ഇതിൻ്റെ ഫിയർലെസ് പ്ലസ് 75 ആണ്. ബ്ലാക്ക് ആയതുകൊണ്ട് അഴുക്കൊന്നും പറ്റില്ല, അല്ലെങ്കിൽ ഫുൾ അഴുക്കാവും. ഏതാണ്ട് മേളിലൊക്കെ നല്ല അടിപൊളിയായിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. എന്താ പറയുക, പിങ്ക് കളർ ലൈറ്റ്, പല പല മൂഡ് ലൈറ്റുകൾ കിട്ടും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ പൊളിക്കുകയല്ലേ. സ്റ്റാർട്ട് ചെയ്യാൻ വണ്ടിയെ കഴുകിയിട്ട് റെഡിയാക്കിയിട്ട് പോവുകയാണ്. എത്ര കഴിവാലും വെള്ളം ഭയങ്കര പാടാണ്. ഫ്രണ്ടിലാണെങ്കിൽ ഒരു ഫ്രോങ്ക് എന്ന് പറയുന്നൊരു സാധനം, ട്രങ്ക അങ്ങനെ എന്തോ പേരാണ്. ഡിക്കിയുണ്ട്. 40 കിലോ വയ്ക്കാൻ പറ്റും, നമുക്ക് ഉറപ്പായിട്ട് വയ്ക്കാം. അപ്പോൾ അതാണ് ഫ്രണ്ട് വശം. പൊളിയാണ്. ബാംഗ്ലൂർ, ബന്ദിപ്പൂർ, മുതുമല, നീലഗിരീസ്, ഗൂഡല്ലൂർ, നിലമ്പൂർ, തൃശ്ശൂർ, ഗുരുവായൂർ അതുവഴിയാണ് നമ്മൾ പോകുന്നത്. കത്തിച്ച് പോകാനുള്ള പരിപാടിയാണ് ആദ്യം വിചാരിച്ചത്. ഹൈവേ വഴി പിടച്ചങ്ങ് സേലം വഴി കോയമ്പത്തൂർ വഴി അങ്ങ് പോകാമെന്ന് വിചാരിച്ചു. പക്ഷേ വേണ്ട, 100 താഴെ പോയാൽ നല്ല റേഞ്ച് കിട്ടും. 250 രൂപ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ വീട്ടിൽ നിന്ന് ചാർജ് ചെയ്താൽ അങ്ങ് ഗുരുവായൂർ എത്താമല്ലോ എന്ന് വിചാരിച്ച്. ഇവിടെ ചെല്ലുമ്പോൾ ഹാരോള്ളി ടോള്, ഹാരോള്ളി ബാംഗ്ലൂർ കനക്പുര റോഡിലുള്ള ഹാരോള്ളി. അവിടെ നമുക്ക് ടോള് കായില്ല, കാരണം ലോക്കൽ അഡ്രസ് പ്രൂഫ് ഉണ്ടായിരുന്നു. ഡ്രൈവിംഗ് ലൈസൻസ് ഞാൻ കേരളത്തിൽ നിന്ന് ബാംഗ്ലൂരിട്ട് മാറ്റി കാണിച്ചിട്ട് 419 റേഞ്ചിൽ ഇതാ പൊയ്ക്കൊണ്ടിരിക്കുന്നു. കാണിച്ച് 477 സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഉണ്ടായിരുന്നു. അപ്പോൾ 419 417 തള്ളേതാ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നോക്കാം, നമുക്കിപ്പോൾ കൂടി ഇല്ല കുറഞ്ഞു, സോറി. ഞങ്ങളിങ്ങനെ പോകുന്നു. എന്തായാലും കിട്ടും, കാരണം നമ്മൾ 100 താഴെ പോയി കഴിഞ്ഞാൽ എൻ്റെ അനുഭവം വെച്ച് എനിക്ക് 4 ഇലക്ട്രിക് വണ്ടി ഉണ്ടായിരുന്നു. ടിഗർ, എം ജി ഇലക്ട്രിക്, ZSE, ഹാരിയർ, പിന്നെ MG കോമറ്റ് കുറച്ച് കാലം ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാം വെച്ച് എൻ്റെ എക്സ്പീരിയൻസ് വെച്ച് പറയുകയാണെങ്കിൽ 775 കിലോ വാട്ട് ബാറ്ററിയാണുള്ളത്. അതുകൊണ്ട് അങ്ങനെ ഒരു 500+ കിട്ടണം. പക്ഷേ നമ്മൾ 120, 130, 150 ഇട്ട് കത്തിച്ച് കഴിഞ്ഞാൽ അമ്മച്ചിയാണ് സത്യമായിട്ടും നമുക്ക് ഒരു 350-400 പ്രതീക്ഷ മതി. ഞാൻ ഫുള്ള് ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. 402 ഇപ്പോൾ കാണിക്കുന്നു. ഇപ്പോൾ എത്ര കിലോമീറ്റർ ട്രാവൽ ചെയ്ത് 223 കിലോമീറ്റർ നമ്മളിപ്പം വണ്ടി എടുത്തിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. 402 കാണിക്കുന്നു, ഇനി ഓടും 23. അപ്പോൾ 423 നിങ്ങൾ വിചാരിക്കും, പക്ഷേ അങ്ങനെയല്ല. 25% 150 കിട്ടുകയാണെങ്കിൽ 100% 600 കിട്ടും, റീജനറേഷനൊക്കെ വെച്ചിട്ട്. പക്ഷേ സ്പീഡ് അനുസരിച്ചാണ്. നമ്മൾ എപ്പോഴും ഇലക്ട്രിക് സ്പീഡ് അനുസരിച്ച് മാത്രമാണ് നമ്മൾ വിചാരിക്കേണ്ടത്. അല്ലെങ്കിൽ ഇനിയിപ്പോൾ 100 കിലോ വാട്ട് ബാറ്ററി എടുത്താലും 350-400 കിട്ടും. 130, 150 കത്തിച്ചാൽ അതിനപ്പുറം ഒന്നും പറ്റില്ല. അതെനിക്ക് തടിയൊക്കെ കൂടി കപ്പലൊക്കെ ചാടി. കാരണം 40-45 കിലോ ഞാൻ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ ട്രിപ്പിൾ ജമ്പ് സ്പ്രിൻറ്റ് 1500 ഓടി. ഇപ്പോൾ 100 കിലോ ആയി, ഇനി കുറയ്ക്കണം. അടിപൊളി മേഘങ്ങളൊക്കെ പൊളപ്പം തന്നെ കേട്ടോ. നമുക്ക് മൗണ്ടനും എല്ലാം കൊള്ളാം. നല്ല റോഡ്, കാട്, ഓരോ യാത്രയും ഓരോ അനുഭവമാണ്. മച്ചാൻ ഒസ്ലമോയം പറഞ്ഞ പോലെ മസിനഗുഡി വഴി ഊട്ടി വല്ലാത്തൊരു എക്സ്പീരിയൻസാണ്. അതേപോലെ കാട് വഴി പോകുന്ന അടിപൊളിയാണ്. എലിഫൻ്റ് ആനയെങ്ങാനും കണ്ടു കഴിഞ്ഞ് ചാമ്പി കഴിഞ്ഞാൽ വണ്ടി പൊളിയോ എന്നുള്ള പേടിയുണ്ട്. അതുകൊണ്ട് ഫ്രണ്ട്സൊക്കെ ആയി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വലിയ കുഴപ്പമില്ല. ഫാമിലിയായിട്ട് പോയി കഴിഞ്ഞാൽ ചിലപ്പം വലിയ പാടാണ്. അപ്പോൾ നമുക്ക് സൺറൂഫൊക്കെ ഉണ്ട്. സാധാരണ സൺറൂഫുള്ള വണ്ടി വാങ്ങിക്കാറില്ല, ബഡ്ജറ്റ് വെക്കാറില്ല. ഇപ്പം സൺറൂഫുള്ള വണ്ടി പൊളപ്പം കിട്ടി, നല്ല അടിപൊളി. തുറക്കുമ്പോൾ നല്ല അടിപൊളി. ബാംഗ്ലൂർ ഞാൻ നാട്ടിൽ പോയി കഴിഞ്ഞാൽ വിയർത്ത് പണ്ടാരടങ്ങുകൊണ്ട് ഞാൻ ബാംഗ്ലൂർ തന്നെ നിൽക്കുകയാണ്. പഠിച്ചതിന് ശേഷം ഇവിടെ നല്ല ക്ലിനിക്കൊക്കെ ആയിട്ട് ഇങ്ങനെ അങ്ങ് പൊയ്ക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ സൺറൂഫൊക്കെ തുറക്കുമ്പോൾ നല്ല പൊളപ്പം എക്സ്പീരിയൻസ് ആണ്. എന്താ ആംബിയൻസ് എന്നറിയാമോ? ഏതായാലും സംഭവം പൊളിച്ച്. ഇപ്പോൾ 391 കാണിക്കുന്നു. നമുക്ക് മാറ്ററിലോട്ട് വരാം. 45 കിലോമീറ്റർ ഓടി 391 കാണിക്കുന്നു. ട്രിപ്പ് വീൽ 0 ആക്കി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. എക്കോ മോഡും സിറ്റി മോഡും ഇട്ട് ഓടിക്കും. സിറ്റിയാണ് അടിപൊളി. സ്പോർട്സ് ഇട്ട് കഴിഞ്ഞാൽ വലിച്ചെടുത്തുകൊണ്ട് പൂക്കളയും വണ്ടി. അത്ര ആംബിയറുള്ള വണ്ടിയാണ്. മേഘങ്ങളൊക്കെ നല്ലത്, മേഘം പൂക്കണം, മേഘങ്ങളൊക്കെ കൊള്ളാം കേട്ടോ. അപ്പോൾ നമ്മളിത്തിരി തിരുവനന്തപുരം ഭാഷ പറയും, കാരണം ഞാൻ കൊല്ലംകാരനാണ്. അപ്പോൾ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് സാധാരണ രീതിയിൽ സംസാരിക്കാൻ അറിയാം, പക്ഷേ ഇങ്ങനെ വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കൊള്ളാമല്ല നമുക്ക്. അപ്പോൾ തൃശ്ശൂരാണ് പഠിച്ചതൊക്കെ, അതുകൊണ്ട് തൃശ്ശൂർ ഭാഷ നല്ലപോലെ എന്തോരാം എന്ന് പറഞ്ഞ് തൃശ്ശൂർ ഭാഷ നമ്മൾ പറയും. 384 കാണിക്കുന്നു. അപ്പോൾ നല്ല ഭംഗിയുണ്ട്. ആകാശം കൊള്ളാം, നീലാകാശം, ചുവന്ന ഭൂമി, അങ്ങനെ ഒരു സംഭവം ഉണ്ടല്ലോ. അപ്പോൾ വീണ്ടും നമ്മൾ മാറ്ററിലോട്ട് വരാം. 351 കാണിക്കുന്നു. 150 കിലോമീറ്റർ ഓടി 146 കിലോമീറ്റർ. അപ്പോൾ തന്നെ നിങ്ങൾക്കറിയാമല്ലോ 500 ആയെന്നു റേഞ്ച് കാണിച്ചത്. ഫസ്റ്റ് അങ്ങനെയല്ലല്ലോ. അപ്പോൾ നല്ല ഫുള്ള് പച്ചപ്പ് നിറഞ്ഞ അന്തരീക്ഷം. പോകുന്ന റോഡ് കനക്പുര കൊല്ലേക്കൽ റോഡാണ്. കൊല്ലേക്കൽ നമ്മളെ ഡോക്ടർ കൂടെ വർക്ക് ചെയ്യുന്ന ഡോക്ടർ പറയുന്നുണ്ടെന്ന് വെച്ചാൽ അവിടെ ഫുള്ള് ബ്ലാക്ക് മാജിക്കിൻ്റെ സ്ഥലമാണ്. രാത്രി നല്ല ശബ്ദങ്ങൾ കേൾക്കും. കൂടോത്രം സംഭവങ്ങൾ ഫുള്ള്. കൊല്ലേക്കൽ എന്ന് പറയുന്ന ഫേമസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ബ്ലാക്ക് മാജിക്കിന്.
കൂടോത്രവും സംഭവങ്ങളൊക്കെ ഉള്ള സ്ഥലമാണ്. രാത്രി അപശബ്ദങ്ങൾ കേൾക്കാറുണ്ട്. പല ഭൂതപ്രേതങ്ങളെ രാത്രി കണ്ടിട്ടുണ്ട്, അതുവഴി പോകാറില്ല. ആ ഗുണ്ടൽപേട്ട് പടച്ചവൻ ഏതാണ്ട് പോലീസ് സാധനം തന്നെ ഗുണ്ടൽപേട്ട്. നോക്കിയേ, ഇപ്പോൾ ഗുണ്ടൽപേട്ട് എത്തിയപ്പോൾ നമ്മൾ 200 കിലോമീറ്റർ 199 അല്ലേ 200 കിലോമീറ്റർ ഇപ്പോൾ 283 കാണിക്കുന്നത്. അപ്പോൾ തന്നെ അറിയാമല്ലോ നിങ്ങൾക്ക് 483 റേഞ്ച് വരുമെന്ന് ഇതനുസരിച്ച്. അപ്പോൾ ഗുണ്ടൽപേട്ട് നല്ല പൂക്കളും ജമന്തി പൂവ് ജമന്തി അതാ ഡേഞ്ചർ സൈൻ. യുവമാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഇവിടെ കൂടെ പോയി കഴിഞ്ഞാൽ ഒരു പശുവിനെ ഇടിച്ചാലും ഉള്ള പൈസയൊക്കെ അവരെടുത്തുകൊണ്ട് പോകും. അല്ലെങ്കിൽ തന്നെ എന്താ ടൈഗറെ കണ്ടില്ലെങ്കിൽ ഉള്ള ടൈഗറിനെ വെച്ച് ഫോട്ടോ എടുക്കാമെന്നാണ് പ്രചാരിക്കുന്നത്. അവർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഡ്രൈവ് ചെയ്യും കേട്ടോ. പണ്ടൊക്കെ നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട്, ഓരോ കിളവന്മാർ വന്ന് ഫ്രണ്ടിൽ ചാടി മനഃപൂർവ്വം ചാടി വന്നിട്ട് അവസാനം അവരെ ഫുള്ള് ചിലവ് നമ്മളെടുക്കണം. ഹോസ്പിറ്റൽ ചിലവല്ല, അവർ ജോലിക്ക് പോയാലും കിട്ടുന്നതിൻ്റെ ഇരട്ടി കൊടുക്കേണ്ടി വരും. ലോക്കൽസ് നല്ല അടിയും ഉണ്ടാക്കും. നമ്മൾ ഇതിലേക്ക് പോകുമ്പോൾ സൂക്ഷിക്കണം. പൊളപ്പനായിട്ട് പോയി കഴിഞ്ഞാൽ പണി പാലും വെള്ളത്തിൽ കിട്ടും. അപ്പോൾ ജമന്തിപ്പൂവ് എല്ലാം നല്ല അടിപൊളി. ഇവിടെ കപ്പിൾസൊക്കെ വന്ന് സേവ് ദ ഡേറ്റുകാരൊക്കെ ഫോട്ടോ എടുക്കും. അതിൻ്റെ ഇടയിൽ വന്നിരിക്കും. ചിലപ്പോൾ പാമ്പ് കൊത്തും, രാജവെമ്പാല കൊത്തും, അണലിയൊക്കെ കടിക്കും. ചിലപ്പോൾ അങ്ങനെയൊന്നും കടിക്കുകയൊന്നുമില്ല, ചിലപ്പോൾ പുലി പിടിക്കും. അപ്പോൾ അതാ അങ്ങനെ വെടിക്കെട്ടായിട്ട് നമ്മളെ ആരി റിവി പൊളപ്പം വണ്ടിയാണ്. എന്തൊക്കെ വന്നാലും ടാറ്റയിലെ രത്തൻ ടാറ്റ എണ്ണ നമിച്ചിരിക്കണം. പുള്ളി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമ്മളെല്ലാം ടാറ്റ തന്നെ എടുക്കാറുണ്ട്. ഒരു ടാറ്റ എന്തായാലും എടുക്കും, ഒരു വേറെ വണ്ടിയും കാണും. അപ്പോൾ അങ്ങനെയാണ് ഇങ്ങനെയൊക്കെ തടിയൊക്കെ വെച്ച് തടി കുറച്ചിട്ട് അടുത്ത വീഡിയോ നമ്മൾ ഉടനെ ഇടും. അപ്പോൾ ബന്ദിപ്പൂർ ഗുണ്ടൽപോട് വഴി നമ്മൾ കനക്പുര വഴി കൊല്ലേകൽ വഴി ഗൂഡല്ലൂർ വഴി ഗൂഡല്ലൂരല്ല ഗുണ്ടൽപേട്ട് വഴി ബന്ദിപ്പൂർ വന്നത്. അണ്ണ ഇരുന്ന് എന്തോ മോട്ടിക്കുന്നു. കുരങ്ങന്മാർ നല്ല ശല്യമാണ്. ബാംഗ്ലൂർ മിക്ക സ്ഥലത്തും ഉണ്ട്. വീട്ടിൻ്റെ അടുത്ത് കയറി കളയും. നമ്മൾ ഹോസ്പിറ്റൽ ലൈബ്രറിയിലും മെഡിക്കൽ റെക്കോർഡ്സിലൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതായിരുന്നു മോട്ടിക്കുന്ന പുക വിടുന്ന സത്യം പറഞ്ഞാൽ നമ്മൾ ഈ ഇത്രയും പുക വിടുന്നവന്മാരെയൊക്കെ അവിടെ എൻട്രൻസിൽ വെച്ച് തന്നെ പൊല്യൂഷൻ കൺട്രോൾ സർട്ടിഫിക്കറ്റ് കാണിച്ചതിന് ശേഷം അകത്ത് വിടാവും. 258 കാണിക്കുന്നു. ഓക്കെ, 258 കാണിക്കുന്നു. നമ്മൾ ഏകദേശം 200 എത്ര കാണാൻ വയ്യല്ലതുള്ള 245 അങ്ങോട്ട് ഓടി. എന്നാലും കറക്റ്റ് പറഞ്ഞു തരാം. ഞാൻ എല്ലാം നോട്ട് ചെയ്തിട്ട് ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ട്, അപ്ലോഡ് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ 280 ഇനി കാണിക്കുന്നത് കേട്ടോ. 240 ഓടിയിട്ടുണ്ട്. അപ്പം തന്നെ എത്ര റേഞ്ച് എന്ന് നോക്ക്. അപ്പം മാന മാത്രമേ കണ്ടോളൂ. പിന്നെ കുയിലിനെ കണ്ട്, പിന്നെ മയിലിനെ കണ്ട്, പിന്നെ കാട്ടുപോത്തിനെ കണ്ട്. അപ്പോൾ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഞാൻ മാത്രം ഓടിക്കുന്നത്, ഞാൻ തന്നെ വീഡിയോ എടുക്കാൻ വേണമല്ലോ. ഏതെങ്കിലും മരം വന്ന് കയറി 9 മണി 6 മണിയുടെ അടവാണ് കേട്ടോ. രാത്രി നല്ല റിസ്ക്കാണ്. പക്ഷേ വേറൊരു വഴിയുണ്ട്, അതിലേ പോയിട്ട് നല്ല പണി കിട്ടുന്നവരുണ്ട്. ഞാനൊരിക്കൽ പോയിട്ട് പേടിച്ചിട്ടുണ്ട്. നല്ല എലിഫൻറ്റും കാര്യങ്ങളും എല്ലാത്തിനെയും കാണാൻ, അക്രമകാരികളെ ആനകളെ കാണാൻ പറ്റും. അപ്പോൾ വീണ്ടും തമിഴ്നാട് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സ്ഥലമാണ്. ഞാൻ 3 കൊല്ലം കന്യാകുമാരി ഉണ്ടായിരുന്നു. ദർശനംകോപ്പ് നാഗർകോവിലിൻ്റെ ഗുരു അവിടെ നിന്നാണ് എനിക്ക് ഭയങ്കര സാപ്പാട് തന്ന സ്ഥലമാണ് തമിഴ്നാട്. അപ്പോൾ ആ കുരങ്ങന്മാരൊക്കെ ഇരുന്ന് സ്നേഹിക്കുന്നുണ്ട്. നീലഗിരി ഡിസ്ട്രിക്റ്റ് എത്തി, വിരുദ്ധന്മാർ ഓടുന്നുണ്ട്. നീൽഗിരീസും പൊളി സ്ഥലം, എന്തായാലും പോകേണ്ടതാണ്. പോലീസ് ചെക്കിങ് കൊണ്ട് കാണാം. പിള്ളേരന്മാർ എന്തൊരു MDMA കഞ്ചാവ ഒക്കെ കൊണ്ട് കിടക്കുന്നതൊക്കെ പൊക്കാൻ വേണ്ടി ഉണ്ട്. മുതുമല ടൈഗർ റിസർവിലോട്ട് കയറിയാണ്. ബന്ദിപ്പൂരിൽ നിന്ന് കഴിഞ്ഞ് 279 ഉണ്ട്. അതാണുള്ള റേഞ്ചിന് വേണ്ടിയാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നത്. സത്യത്തിൽ കിട്ടുക നമ്മൾ ഇത്തരം 10-28 ലക്ഷമൊക്കെ മുടക്കി കഴിഞ്ഞാൽ നല്ല റേഞ്ച് കിട്ടുമെന്ന് അറിയാൻ വേണ്ടിയാണല്ലോ ഈ വീഡിയോ കാണുന്നത്. അപ്പോൾ 279 കാണിക്കുന്നുണ്ട്. 214 ഓടി. അപ്പോൾ നിങ്ങളൊന്ന് കൂട്ടി വെക്കുക. അപ്പോൾ തന്നെ 379 അല്ലേ, 279 400 479 അല്ലേ. എന്തായാലും നല്ല റേഞ്ച് കാണിക്കുന്നുണ്ട്. 280 + 240. അപ്പോൾ 214 ഓടി 271 കാണിക്കുന്നു. അപ്പോൾ വീണ്ടും നമ്മൾ നോ പാർക്കിംഗ്, നോ ലിക്കറ്റിംഗ്, എന്താ പറയുന്നത്, സിംഹം, കടുവ എല്ലാം സത്യമാണ് കേട്ടോ. ഞാൻ കടുവയൊക്കെ കണ്ടിട്ടുണ്ട് ഇതിലേ പോയപ്പോൾ. ഇതിലേ പോകുമ്പോൾ ഊട്ടി പോകാൻ, ഇതിലേ പോയിട്ട് വയനാട്ടിൽ പോകുക, ഇതിലേ പോയിട്ട് പല റൂട്ടും ബന്ദിപ്പൂർ വഴിയിലേ കയറി പോകുന്നത്. നല്ല അടിപൊളി റൂട്ടാണ്. പക്ഷേ രാത്രി പറ്റൂല. വയനാട് പോകുമ്പോൾ ഇരുട്ടിയോ കാട്ടിയോ കുരുട്ടിയോ ഏതോ വഴി കയറി പോകണം. ഇവിടെ ഇരിക്കരുതെന്ന് പറഞ്ഞിട്ട് അണ്ണന്മാരിരുന്ന് നല്ല വീശയാണ്. പക്ഷേ എനിക്ക് തോന്നുന്നവന്മാർ നമ്മളെ എവരത്തെ വർക്കേഴ്സാണെന്ന് തോന്നുന്നു. ഈ മരം വെട്ട് വരുന്ന ട്രാക്കിംഗ് വർക്കേഴ്സാണ്. കടുവയൊക്കെ പിടിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ, എന്തോ ഇൻഷുറൻസൊക്കെ എടുത്തിട്ട് അകത്ത് കയറാവും. അപ്പോൾ വീണ്ടും ട്രാഫിക്കായി. അടിപൊളിയാണ്. മസനഗുഡി വഴി ഊട്ടി വല്ലാത്ത എക്സ്പീരിയൻസാണ്. അപ്പോൾ നമ്മളിങ്ങനെ വീണ്ടും പച്ചപ്പ് നിറഞ്ഞ സ്ഥലങ്ങൾ, ഇടതും വലതൊക്കെ അടിപൊളി പച്ചപ്പ്. ഇതുവരെ അനിമൽസിനെ അങ്ങനെ സ്പോട്ട് ചെയ്തിട്ടില്ല. 1-2 പ്രാവശ്യം സ്പോട്ട് ചെയ്തിട്ട് ക്യാമറ എടുത്ത് പോയപ്പോൾ അതിൻ്റെ പാട്ടിന് പോയി. കരടിയെ കണ്ടു. പക്ഷേ എൻ്റെ കയ്യിലേക്ക് വീഡിയോ കിടപ്പുണ്ട്. എൻ്റെ ഹാരിയർ ഡീസൽ ഒരെണ്ണമുണ്ട്, MG ZSCV ഒരെണ്ണമുണ്ട്. അപ്പോൾ ഹാരിയർ ഡീസലിൽ പോയപ്പോൾ അതിലൊരു വീഡിയോ ഉണ്ട്. അത് പക്ഷേ ഇതിൽ മിക്സ് ചെയ്യുന്നത് മോശമല്ലേ. അതുകൊണ്ട് അന്ന് ഞാൻ കരടീനെയും പോത്തിനെയും എല്ലാത്തിനെയും കണ്ടു. കടുവയെ കണ്ട്, കാട്ടുപന്നിയെ കണ്ടു. ഇപ്പോൾ മാനയെങ്കിൽ മാന ഇരിക്കട്ടെ.
കുറച്ച് മാനുണ്ട്. പിന്നെ ആനയെ കണ്ടു കേട്ടോ. ആന ഞാൻ പോർട്രേറ്റ് മോഡൽ മൊബൈൽ തിരിച്ചാണ് എടുത്തത് പെട്ടെന്ന്. അപ്പം പിന്നെ അതിൻ്റെ ഇടയ്ക്ക് കയറ്റുമ്പോഴത്തേക്ക് ശരിയാവില്ല. ഇത് ലാൻഡ്സ്കേപ്പ് മോഡലിൽ എടുത്തിരിക്കുന്നത്. അപ്പോൾ വീണ്ടും മാനിങ്ങനെ പടച്ചു പോകണം. അതാ നമ്മളിടയ്ക്ക് സൺറൂഫൊക്കെ കാണിച്ചിട്ട് ഷോ ഓഫ് കാണിക്കുകയാണ്. പക്ഷേ അടിപൊളിയാണ് കേട്ടോ. ഈ സൺറൂഫൊക്കെ ഉണ്ടെങ്കിൽ നല്ല ആംബിയൻസാണ്. ഇത് തുറക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അറിയാമല്ലോ, നമ്മൾ പാവപ്പെട്ട ഒരു പാടത്തും പറമ്പിലും കൃഷി ജീവിക്കുന്നവർ വല്ലപ്പോഴും സൺറൂഫുള്ള വണ്ടി വാങ്ങിക്കുന്നത്. അപ്പോൾ ഷോ ഓഫ് കാണിക്കാം. അപ്പോൾ ഈ നീൽഗിരീസ് ഇതേപോലത്തെ സ്ഥലത്ത് ഊട്ടിയിലൊക്കെ പോകുമ്പോഴാണ് ഇതിൻ്റെ ആവശ്യം. അതാ മഴ, നല്ല അടിപൊളി നദി, സിന്ധു നദി പോലത്തെ അടിപൊളി നദി. അത്രയൊന്നുമില്ല, അത്രയും അതിശയോക്തി തള്ളി മറിക്കുന്നില്ല. അപ്പോൾ നല്ല നദിയാണ്. പക്ഷേ ഇവിടെ നിന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് വെള്ളം കുടിക്കാൻ പറ്റില്ല. ശുദ്ധമായ വെള്ളമാണ്. പക്ഷേ വെള്ളം തലയിരിക്കുമ്പോൾ മുതലേ എന്തെങ്കിലും അടിച്ചുകൊണ്ട് പോകും. ഇവിടെയും ടസ്കർമാരുണ്ട്. ആന ഭയങ്കര ഡേഞ്ചറാണ്. ബാക്കിയെല്ലാം നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാം. ടാറ്റയുടെ വണ്ടിയാണെന്ന് പറഞ്ഞാലും ഗ്ലാസ് എന്തായാലും അവർക്ക് വേണമെങ്കിൽ പൊട്ടിക്കല്ലോ. അത് വീണ്ടും റേഞ്ച് പറയാം 271. അധികം പോയിട്ടില്ല, രണ്ടെണ്ണം അടിച്ച് കയറി വരുന്നു. ഇതും സൂക്ഷിക്കണം, നമുക്കൊരു സ്പീഡിലേ പോകാൻ പറ്റുള്ളൂ. പിന്നെ ഇലക്ട്രിക് നമുക്ക് ഇപ്പോൾ ഹാരിയർ ആയതുകൊണ്ട് കേട്ടോ 75 കിലോവാട്ട് ഉള്ളതുകൊണ്ട് അതിൻ്റെ വിശ്വാസത്തിൽ നമുക്ക് ഉറപ്പായിട്ടും എടുത്തുകൊണ്ട് പോവാം. ഒരു പ്രശ്നമില്ല, റേഞ്ച് കിട്ടും. MG-ZCV ഞാൻ പേടിച്ചിട്ടാണ്. വീണ്ടും മാന് മാത്രമേ ഉള്ളൂ. ഒരു കാട്ടുപോത്തിന് ഒരു ആനയും കിട്ടിയിട്ടുണ്ട്. പക്ഷേ മറ്റേ മോഡൽ എടുത്തുകൊണ്ട് ഇതിൽ കയറ്റാത്തി പാടാൻ നോക്കാം ഏതായാലും. അപ്പോൾ നമ്മളിതാ വീണ്ടും മലകളും മൂന്നാറൊക്കെ ഉള്ളവർക്ക് ഒന്നും വലിയൊരു ഇതായിട്ട് തോന്നില്ല. എന്നാലും നമ്മൾ ബാംഗ്ലൂർ സ്ട്രെസ് ചെയ്ത് വർക്ക് ചെയ്യുമ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ ഔട്ടിങ് പോകുന്നത് നല്ലതാണ്. ഇത് കയ്യിൽ ഗുരുവായൂരാണ് പോണത്. നമ്മളെ ഒരു ഡോക്ടറിൻ്റെ കല്യാണം 266. വീണ്ടും അവിടെ എല്ലാം ആനകൾ ഭയങ്കര ശല്യമാണ്. നമ്മളൊരു ഫ്രണ്ടിൻ്റെ വണ്ടി അടിച്ച് പൊളിച്ച് പണ്ടാരടക്കി കളഞ്ഞു. അതുകൊണ്ട് ആ ഒരു പേടി ഉള്ളിലുണ്ട്. പിന്നെ പടച്ചോനെ വിചാരിച്ചതായി ഇത് കണ്ട അടിപൊളി സ്ഥലമാണ്. എന്താ പറയുക, ഇപ്പോൾ കഴിഞ്ഞ പാലത്തിന് ഞാൻ പണ്ടൊരു ടൈഗറിനെ കണ്ടിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ ഞാൻ ഏതെങ്കിലും ഇടാൻ കേട്ടോ. വീണ്ടും മാൻ അതാ വീണ്ടും നീൽഗിരീസ്. നമ്മൾ നീൽഗിരീസിലോട്ട് കിടക്കുന്നു. ഇവിടേക്ക് അതാ നല്ല തണുപ്പാണ്, അടിപൊളിയാണ്. ഗൂഡല്ലൂർ ഫുള്ള് സിറ്റിയാണ്. ഇവിടെയും കടവുകളും കാര്യങ്ങളൊക്കെ ഇറങ്ങിയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്, സുൽത്താൻ ബത്തേരി പോലെ. അപ്പോൾ നമ്മൾ വീണ്ടും ഗൂഡല്ലൂർ. ഇവിടെ ഇലക്ട്രിക് ചാർജർ കുറേ സ്പോട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ 30 കിലോവാട്ടായിട്ട് എനിക്ക് വേണ്ട. കാരണം ഞാൻ ഒറ്റ ചാർജിൽ 375 കിലോമീറ്റർ പോയാൽ മതി. പക്ഷേ എനിക്ക് സുഖമായിട്ട് ഇപ്പം തന്നെ 249. ഇനി റേഞ്ച് കാണിക്കുന്നത് ഞാൻ 237 കിലോമീറ്റർ ഓൾറെഡി ഓടി. ഇനിയും കാണിക്കുന്നത് 250. റേഞ്ച് വേണ്ട. ഇവിടെ അടിപൊളി സ്ഥലം. ഇറങ്ങി നമ്മളെ കുമളി, തേക്കടി, മൂന്നാർ വഴി റൂട്ട് പോകാൻ പോലുള്ളൊരു ഫീലിംഗ് ഉണ്ട്. പക്ഷേ ഇറങ്ങാമെന്ന് വിചാരിച്ചാൽ ഈ ഇടയ്ക്ക് തന്നെ ഒരു കടുവയും 2 കുട്ടികളെയും കണ്ടെന്ന് പറഞ്ഞ് പോണ വഴി. പിന്നെ നമ്മളിവിടെ ഇറങ്ങണ്ടെന്ന് വിചാരിച്ചു. അപ്പോൾ ആൾക്കാരൊക്കെ മിന്നിച്ച് വരുന്ന കണ്ടെത്തി വ്യൂ ഒക്കെ കുറഞ്ഞ് അതിൻ്റെ അവിടത്തെ എഡിറ്റോ എന്തൊരു സാധനം ഞെക്കിയപ്പോൾ ഇങ്ങനെ മഞ്ഞയും കൂടെ വന്ന്. അപ്പോൾ സൂപ്പർ ആംബിയൻസ് ആട്ടോ. എന്തായാലും സത്യം പറഞ്ഞാൽ ഈ സൺറൂഫൊക്കെ ഉള്ളതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് എൻ്റെ കാര്യം എടുത്ത് പറയണമല്ലോ. ഇതൊക്കെ എന്തൊക്കെയോ പുതിയ എഡിറ്റിൻ്റെ സാധനമാണ്. അപ്പം വീണ്ടും നമ്മളപ്പം ബന്ദിപ്പൂർ കഴിഞ്ഞ് നീൽഗിരീസ് കഴിഞ്ഞ് ഗൂഡല്ലൂർ വഴി നമ്മൾ നിലമ്പൂരോട്ട് ഇറങ്ങുമ്പോൾ 213 നോക്കിയോളണേ. 213 റേഞ്ച് കാണിക്കുന്നത്. അപ്പോൾ നമ്മളൊന്ന് പേടിക്കുമോ, ഗുരുവായൂർ എത്തുമോ എന്ന് പേടിക്കും. പക്ഷേ നമ്മൾ നിലമ്പൂർ താഴോട്ടിറങ്ങി അവസാനം അവിടെ ചെല്ലുന്ന തീരുമ്പോൾ മനസ്സിലായി 280 വീണ്ടും കാണിക്കുക. അതായത് തിരിച്ചിങ്ങോട്ട് ചാർജ് ചെയ്യുക, റീജനറേഷൻ. ബ്രേക്ക് കൊടുക്കാതിരുന്നു കഴിഞ്ഞാൽ തിരിച്ചിങ്ങനെ. അതാണ് ഇലക്ട്രിക് വണ്ടി ഓടിക്കാൻ പഠിച്ചാൽ 550 അവർ കമ്പനി പറയുന്ന റേഞ്ചിൻ്റെ 90% നമുക്ക് കിട്ടും. എന്തൊരു മിസ്റ്റ്. ആകുമ്പയിലൊക്കെ പോണ ഫീലിംഗ്. ചിറാപ്പൂഞ്ചി ആകുമ്പ അറിയാമല്ലോ, കുതിരവെക്ക് ആകുമ്പ ഉടുപ്പി 236. വീണ്ടും 219, 236, 241 ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഗാർഡ് സെക്ഷൻ ഇറങ്ങുന്നതുകൊണ്ട് വീഡിയോ എടുക്കാനും ഭയങ്കര പാടാണ്. വേറെ എന്തെങ്കിലും സെറ്റപ്പ് വെച്ച് ചെയ്യണം വീഡിയോ എടുക്കാൻ. അപ്പോൾ വീണ്ടും 241 ഇങ്ങനെ വളവിനും തിരിഞ്ഞും വണ്ടികൾ പാഞ്ഞു കയറി വരുന്നുണ്ട്. മുളക്കാട്ടുകൾ. ഇവിടെ എല്ലാ സ്ഥലത്തും എലിഫൻറ്റ് ക്രോസിങ് എഴുതി വയ്ക്കുന്നുണ്ട്. പക്ഷേ ഇത്രയും പൊക്കമാണ് എലിഫൻറ്റ്, താഴെ ഇത്രയും കൊക്ക. അപ്പോൾ എലിഫൻറ്റ് എങ്ങനെ ക്രോസ് ചെയ്യും? ഇത്രയും മുകളൊന്ന് ചാടി കൊക്കയിലോട്ട് ചാടുമോ? ചുമ്മാ എലിഫൻറ്റ് ക്രോസിങ് എഴുതി വെച്ചിരിക്കുന്നത്. നമുക്ക് കമൻറ്റ് ചെയ്യില്ല. ഫോറസ്റ്റ് അറസ്റ്റ് ചെയ്ത് അതാ വീണ്ടും 243 കേട്ടോ. 263 സഞ്ചരിച്ച് 243. ഇപ്പം 248 കൂടിക്കൊണ്ടിരിക്കുകയാണ്. 266 സഞ്ചരിച്ച്. അപ്പോൾ തന്നെ 540 കിലോമീറ്റർ അടുപ്പിച്ച് എനിക്ക് കിട്ടും. ഈ അവസ്ഥയിൽ പോയാൽ 45% ബാക്കിയുണ്ട്. 45% 258 ആണെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് അന്ന് 90% 500 ആയില്ലേ? ഒന്ന് കൂട്ടി നോക്ക്, സത്യമല്ലേ? അപ്പോൾ കണക്കുകളൊക്കെ ശരിയാവുന്നുണ്ട്. പിന്നെ 172. കാരണം ഞാൻ പിന്നെ നിലമ്പൂരിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം ഹൈവേ കിട്ടി. ഇപ്പോൾ ആരുമില്ല. അപ്പോൾ കത്തിച്ച് വിട്ടുകൊണ്ട് റേഞ്ച് കുറഞ്ഞ്. വീണ്ടും അടിപൊളി ചായക്കട, പള്ളി, അമ്പലം, ചർച്ച്. നമ്മുടെ കേരളത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഒരു വർഗീയതയില്ല, ഒരു കാര്യങ്ങളും ഇല്ല. ചില വിഷങ്ങൾ ചമത്താൻ നമ്മൾ കയറ്റി നോക്കിയാലും നമ്മളെ വിഷങ്ങൾ കലരില്ല. 172 കുറഞ്ഞ കാര്യം എന്താ?
കാര്യം എന്ന് വെച്ചാൽ ഞാൻ കത്തിച്ച് വന്നിപ്പോൾ വീണ്ടും കത്തിച്ച് 149, 26% 149. എന്നാലും കുഴപ്പമില്ലല്ലേ, നമുക്ക് 25% 150 ഉണ്ടെങ്കിൽ 100% 600 കിട്ടും. സത്യമല്ലേ? 25% 150 ആണെങ്കിൽ 100% 600 കിട്ടും. കണക്കുകളൊക്കെ ശരിയാവുന്നുണ്ടല്ലോ. അപ്പോൾ നമുക്ക് സ്ഥലം എത്തി. റീച്ചിങ് ഡെസ്റ്റിനേഷൻ 26% ബാറ്ററി എത്തുന്നു. ഗുരുവായൂർ ഇതാ കാണാം തൊട്ടപ്പുറത്ത്. ഇനി രോഹിണി എന്ന് പറയുന്നൊരു ഇത് ബുക്ക് ചെയ്തു. അവിടെ നമ്മളെത്തി. ആനയെ കണ്ട് രാത്രി പോയി അമ്പലത്തിൽ നിന്ന് സ്ട്രെസ്സൊക്കെ എടുത്ത് അടിപൊളിയായി സെറ്റ് ചെയ്ത്. അപ്പോൾ അത്ര തന്നെ. ഇനി തിരിച്ചു പോകുമ്പം വീണ്ടും റേഞ്ച് കുറയുന്നുണ്ട്. കാരണം ഞാൻ കത്തിച്ച് ഹൈവേ വഴി പോകേണ്ട എനിക്കൊരു 400 കിട്ടിയോളൂ.